സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രണ്ട് വാർത്തകളാണ് ഈ പകൽ പുറത്തു വന്നത്. കണ്ണൂർ തളിപ്പറമ്പിലെയും എറണാകുളം അങ്കമാലിയിലെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണം. തളിപ്പറമ്പിൽ സ്വന്തം അമ്മയാണ് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെങ്കിൽ അങ്കമാലിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്നത് അമ്മൂമ്മയാണ്. എന്താണ് കൊലപാതകത്തിന് കാരണം? മാനസിക പ്രശ്നങ്ങളാണോ ഇരുവരെയും കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഈ വാർത്തകളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ആദ്യം പോകുന്നത് എറണാകുളം അങ്കമാലിയിലേക്കാണ്. അങ്കമാലി കറുകുറ്റിയിൽ പിഞ്ചു കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്ന ശേഷം അമ്മൂമ്മ ജീവനൊടുക്കാൻ ശ്രമിച്ചു. കറുകുറ്റി പയ്യപ്പള്ളി സ്വദേശി ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡൽന മരിയ സാറയാണ് മരിച്ചത്. കുഞ്ഞിന്റെ അമ്മയുടെ അമ്മൂമ്മയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ കഴുത്തറുത്തത്. അമ്മൂമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ട് ഉള്ളതായി പറയുന്നുണ്ട്. ഇവരെ മൂക്കന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പയ്യപ്പള്ളി വീട്ടിൽ റൂത്തിന്റെ മകള് ഡെൽന സാറ മരിയ എന്ന് പറയുന്ന 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇന്ന് രാവിലെ കഴുത്ത് മുറിഞ്ഞ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. നിലവിൽ ഹോസ്പിറ്റലാണ് നിൽക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മൂമ്മയെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ അബോധാവസ്ഥയിൽ മൂക്കന്നൂർ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വീട് നിലവിൽ പോലീസ് സീൽ ചെയ്തു. കുട്ടിയുടെ അപ്പനെയും അപ്പൂപ്പനെയും പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. നിലവിൽ കുട്ടിയുടെ മൃതദേഹം ഇപ്പോഴുള്ളത് കറുകുറ്റിയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് നിലവിലുള്ളത്. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണം, അതും കഴുത്തറുത്ത് കുഞ്ഞിനെ കൊല്ലുന്നു. അതിനുശേഷം അമ്മൂമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ ഡാനി? ഇതുവരെയും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു ചിത്രത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം ഇത് വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നു. കുട്ടിയെ അമ്മയോടൊപ്പം തന്നെ ഉറങ്ങാനായിട്ട് കിടത്തി അവർക്കൊപ്പം പോവുകയായിരുന്നു എന്നതാണ് പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഈ ചോര വാർന്ന നിലയിൽ അവരെ കണ്ടെത്തുകയും ചെയ്തത്. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഇവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. കുട്ടിയുടെ അമ്മൂമ്മയെ തന്നെ പിന്നീട് അവരൊരു ആത്മഹത്യാ ശ്രമം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അവരൊരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുമുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ ഒരു അന്വേഷണം, പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഏതായാലും ഇതിൽ കൂടുതൽ വസ്തുതകൾ വ്യക്തമാകേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കേട്ടോ. ഈ അമ്മൂമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുള്ളതായി പറയുന്നുണ്ടല്ലോ. കാരണം അമ്മൂമ്മയുടെ അടുത്താണ് ഈ കുഞ്ഞ് കടന്ന് ഉറങ്ങിയിരുന്നത്. അതിനിടെയാണ് രാവിലെ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായത്. അമ്മൂമ്മ തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. പോലീസ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി ഈ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം? വ്യക്തമാവുന്നത് ഈ അമ്മൂമ്മ തന്നെ ഇക്കാര്യങ്ങൾ ചെയ്തു. അമ്മൂമ്മയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത് കൃത്യം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അമ്മൂമ്മയ്ക്കൊപ്പം തന്നെയാണ് കുട്ടി കിടന്നുറങ്ങിയിരുന്നത്. അമ്മൂമ്മ ഇതിൽ ഒരു മാനസിക അസ്വസ്ഥതകളെല്ലാം തന്നെ നേരത്തെ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ഒരു കൃത്യം നടന്നിരിക്കുന്നതെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലടക്കം തന്നെ പോലീസിന് കാര്യങ്ങൾ പോലീസിന് മനസ്സിലാകുന്നതും ഈ രീതിയിൽ തന്നെയാണ്. അവരുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു കൃത്യം നടന്നിരിക്കുന്നത് എന്നതാണ്. ഏതായാലും ഇതിൽ കുറച്ചുകൂടി വിശദാംശങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. 6 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് ചോര വാർന്ന നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് അവിടേക്ക് എത്തിയവർ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. അമ്മൂമ്മ തന്നെ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അന്വേഷണം തുടരുകയാണ്. ടോം, ഡാനി, ഈ കുഞ്ഞിന്റെ പിതാവ്
ആന്റണി ചെല്ലാനം സ്വദേശിയാണ്. പക്ഷെ ഇവർ താമസിച്ചിരുന്നത് കറുകുറ്റിയിലെ കുഞ്ഞിന്റെ അമ്മയുടെ വീട്ടിലെന്നാണ് പറയുന്നത്. എന്തെങ്കിലും കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ പെട്ടെന്ന് ഈ രീതിയിൽ ഈ കുഞ്ഞിനെ, പ്രത്യേകിച്ച് ഒരു കൈക്കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം, അതിന്റെ പ്രകോപനം എന്തായിരിക്കും? അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. പോലീസ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലീസ് കൂടുതൽ കടന്നൊന്നും പ്രതികരിക്കുന്നില്ല. ഈ അമ്മൂമ്മയ്ക്ക് മാനസികാസ്വസ്ഥങ്ങൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഇവർ തമ്മിലുള്ള എന്തെങ്കിലും കുടുംബപരമായ പ്രശ്നങ്ങളോ അത്തരം കാര്യങ്ങളിൽ ഈ കുട്ടിയോടൊരു പക തീർക്കേണ്ട രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു അറിയില്ല. അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച ശേഷം മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കുടുംബപരമായ കാര്യങ്ങളും അത്തരം പശ്ചാത്തലങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. കാരണം ഒരു തീർത്തും കൈക്കുഞ്ഞിനോട് ഇത്തരം ഈ രീതിയിൽ നിഷ്ഠൂരമായ ഒരു കാര്യം ചെയ്യുന്നതിന് കാരണം അത് ഒരുപക്ഷെ ഒരു വലിയ പങ്കും സംശയിക്കപ്പെടുന്നത് ഈ മാനസികാസ്വസ്ഥ തന്നെയാണ്. പക്ഷേ ഈ രീതിയിൽ അവർ പ്രകടമാക്കുന്ന ഒരാളുടെ പക്കൽ ഇങ്ങനെ കുഞ്ഞ് ഉറങ്ങാൻ കിടത്തിയിട്ട് പോകുക എന്നതാണ്. പക്ഷെ പിന്നീട് ഈ കുട്ടിക്ക് ഈ രീതിയിലേക്ക് വലിയ മാരകമായ രീതിയിലേക്ക് മുറിവേൽക്കുന്ന ഒരു കാര്യങ്ങളുണ്ടാകുന്നു. പക്ഷേ കൃത്യമായിട്ട് പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി അന്വേഷണം നടത്തിയ ശേഷം പ്രതികരിക്കാമെന്ന രീതിയിലാണ് പോലീസ് പറയുന്നത്. പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലാണ്. ഏതായാലും വൈകാതെ തന്നെ ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ, എന്ത് കാരണങ്ങൾ കൊണ്ട് എന്താണ് എന്നതടക്കമുള്ള കാരണങ്ങൾ മനസ്സിലാക്കേണ്ട സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് കരുതുന്ന അമ്മൂമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി പറയുന്നുണ്ട്. ഈ രീതിയിൽ അക്രമ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ കുഞ്ഞിനെ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഇവർ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? ഡാനി, ഞാൻ ചോദിച്ചതാണ്, ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ അപായപ്പെടുത്താനുള്ള ശ്രമം ഈ അമ്മൂമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? അതല്ലെങ്കിൽ ഒരു അക്രമ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി. സാധാരണ ഈ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചില ആളുകൾ അക്രമ സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട്. ഈ കുഞ്ഞിന്റെ അമ്മൂമ്മയ്ക്ക് ആ രീതിയിലുള്ളൊരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു അമ്മൂമ്മ? ഇല്ല, അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ അന്വേഷിക്കുകയാണ്. അതായത് ഇവർ ഈ മാനസിക അസ്വസ്ഥങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് പറയുന്നത്. കുടുംബം തന്നെയും ഈ കുരുന്നിന്റെ വേർപാടിലുള്ള അതിന്റെ ഒരു വല്ലാത്തൊരു ആഘാതത്തിൽ തന്നെയാണ്. അവർക്ക് സംസാരിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക്, അതിനോട് ഈ വാർത്തയോട് പൊരുത്തപ്പെടാൻ കഴിയാവുന്ന രീതി, സത്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയാവുന്ന രീതിയിലേക്കൊന്നും അവരെത്തിയിട്ടില്ല. അത്തരം ഒരു മാനസിക തലത്തിലേക്ക് അവരെത്തിയിട്ടില്ല. അവർ കൂടുതൽ പ്രതികരണത്തിലേക്ക് വരുന്നതേയുള്ളൂ. ഏതായാലും ഇത് സംബന്ധിച്ച പോലീസ് ഇപ്പോൾ പറയുന്നൊരു കാര്യം, ഇവർക്ക് ഈ മാനസിക അസ്വസ്ഥങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. നേരത്തെ ടോം ചോദിച്ചതുപോലെ നേരത്തെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ടോ, അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ വെറുതെ അങ്ങ് പറഞ്ഞു പോകാനായിട്ട് സാധിക്കുകയില്ല. അത്തരം കാര്യങ്ങളിൽ പോലീസ് വളരെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആ കുടുംബാംഗങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അവർ അങ്കമാലി കറുകുറ്റിയിലാണ് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ കഴുത്തറുത്ത് അമ്മൂമ്മ കൊലപ്പെടുത്തിയ ശേഷം അവർ ജീവനെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. കുടുംബാംഗങ്ങളെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്.